സി പി എമ്മിന് പിഴച്ച പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് തുടർച്ചയായ ഭരണം കിട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഴിമതി പാർട്ടിയുടെ സംഘടനാ ശക്തിയെ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഇത്രത്തോളം സി പി എമ്മിനകത്തു നിന്ന് പുറത്തേക്ക് നേതാക്കന്മാർ പോയ ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. സംഘടനാപരമായ സംഘടനകൾ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ആക്ഷേപം, നേതൃപൂജ, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് വലിയ വിമർശനത്തിന് വഴിയൊരുക്കി. 15 മുതൽ 20% വോട്ട് പിടിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ ഭാവി തന്നെ വലിയ വെല്ലുവിളിയാകും. രാഷ്ട്രതന്ത്ര വിദഗ്ധൻ ഡോക്ടർ ഗോപകുമാർ സാറാണ് ഒപ്പമുള്ളത്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് സൂചിപ്പിച്ചു. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു ഐക്യത്തെക്കുറിച്ചും സാർ കൃത്യമായി സൂചിപ്പിച്ചതാണ്. ഇനി സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും കേരളത്തിലെ സി പി എം സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലാണോ? അങ്ങനെ ചോദിക്കാൻ കാരണം കണ്ണൂർ കോട്ടയിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പിണറായി 3.0 എന്നത് ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അത്രയ്ക്ക് കേൾക്കുന്നുമില്ല. വലിയ വികസനം നടത്തി എന്ന് പറഞ്ഞിട്ടും എവിടെയാണ് ശരിക്കും സി പി എമ്മിന് പിഴച്ചത്? ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതിനപ്പുറം പിണറായി വിരുദ്ധത, അങ്ങനെ ഒരു വികാരം കേരളത്തിലുണ്ടോ? സി പി എമ്മിന് പിഴച്ച പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് തുടർച്ചയായ ഭരണം കിട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട അഴിമതി പാർട്ടിയുടെ സംഘടനാ ശക്തിയെ തന്നെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ആഭ്യന്തരമായി ജനാധിപത്യം അനുവദിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്ന ആൾക്കാരെ സഹിഷ്ണുതയോടുകൂടി കാണില്ല എന്നും അവർക്ക് പിന്നീട് അവസരങ്ങൾ കൊടുക്കില്ല എന്നുമൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇത്രത്തോളം സി പി എമ്മിനകത്തു നിന്ന് പുറത്തേക്ക് നേതാക്കന്മാർ പോയ ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. അത് ജി സുധാകരനെയും കുഞ്ഞികൃഷ്ണനെയും ഗോവിന്ദനെയും മാത്രം ഉദ്ദേശിച്ച് പറയുന്നതല്ല. അണികൾക്കിടയിൽ ഒത്തിരി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മാത്രമല്ല, സംഘടനാപരമായി കാണിക്കുന്ന ഒരുപാട് പരാധീനതകൾ പാർട്ടിക്കകത്തു നിന്ന് പുറത്തേക്ക് വരികയും അത് പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയും ചെയ്തു. പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുന്നതും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ ജയിച്ച MLA-മാർക്കെല്ലാം അവസരം വീണ്ടും കൊടുക്കുകയും അവർ ചെയ്ത നല്ല പ്രവൃത്തികൾ പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇടതുപക്ഷം താല്പര്യം കാണിച്ചത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പാർട്ടി MLA-മാർ, LDF-ലെ MLA-മാർ നൽകിയ വികസന പ്രവർത്തനങ്ങൾക്ക് ചർച്ച കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. അത് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമായി നിൽക്കുന്നുണ്ട്. പാർട്ടിക്ക് ഉള്ളിൽ നടക്കുന്ന സംഘടനാപരമായ സംഘടനകൾ, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ആക്ഷേപം, നേതൃപൂജ, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് വലിയ വിമർശനത്തിന് വഴിയൊരുക്കി. വലതുപക്ഷ വ്യതിയാനമുണ്ടായി എന്നുള്ളതും ആക്ഷേപത്തിന് ഒരു കാരണമാണ്. ആഗോളീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്ത പല തീരുമാനങ്ങളും വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോകുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റിസം പാർട്ടിയെ സ്വാധീനിച്ചു എന്നും അതിൻ്റെ ഫലമായി പരമ്പരാഗതമായി പാർട്ടിയിൽ വിശ്വസിക്കുന്ന പല ആൾക്കാർക്കും അതിൽ ആക്ഷേപമുണ്ടായി. അവർ കുറച്ച് പേർ പുറത്തു പോകാൻ താല്പര്യം കാണിച്ചു. ഇപ്പോൾ ജി സുധാകരൻ ഉൾപ്പെടെ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരൊക്കെ പരമ്പരാഗതമായി പാർട്ടിയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചവരാണ്. അവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി മാറി എന്നുള്ള ആക്ഷേപമാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സാർ, ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും CPM BJP ഡീൽ എന്ന ആരോപണം ഉയരാറുണ്ടല്ലോ. ഇത്തവണയും അങ്ങനത്തെ ഒരു ആരോപണമുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, റാന്നി, കോന്നി ഉൾപ്പെടെ CPM BJP ഡീൽ ഉണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ഡീൽ ഉണ്ടാകുമോ? കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ CPM വീണ്ടും കേരളം ഭരിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമോ? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ 20%-നടുത്തുള്ള വോട്ടുകളാണ് BJPക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. അത് നിലനിർത്തുക എന്നുള്ളതും കൂട്ടുക എന്നുള്ളതും BJPക്ക് അത്യാവശ്യമായ കാര്യമാണ്. ആ നിലയ്ക്ക് NDA വിപുലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് BDJS-ന് പുറമെ 2020 എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷിയെ കൂടി കിട്ടിയത്. നമുക്കറിയാം, കേരളത്തിൽ BJPക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. സംഘടനാപരമായ പരിമിതികളുണ്ട്, ജനസാന്ദ്രതയും ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും
BJPക്ക് വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ BJPക്ക് ചില പോക്കറ്റുകൾക്കപ്പുറം വളരാൻ പലപ്പോഴും പരിമിതിയുള്ളതായി നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ശക്തമായ സഖ്യകക്ഷികളില്ലാതെ വലിയ വിജയം നേടാൻ കഴിയില്ല. എന്നാലും BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ നേടിയ വിജയവും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും നേടിയ വിജയങ്ങളുമെല്ലാം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് BJPക്ക് 15 മുതൽ 20% വോട്ട് പിടിച്ചില്ലെങ്കിൽ BJPയുടെ ഭാവി തന്നെ വലിയ വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് അവർ താല്പര്യം കാണിക്കുന്നത്. അതേസമയം ഇടതുപക്ഷവുമായി ഡീലുണ്ട് എന്നുള്ള ആക്ഷേപം ശക്തിപ്പെട്ടു വരികയാണ്. അത് ചൂണ്ടിക്കാണിച്ച് സതീശൻ 10ഓളം അസംബ്ലി മണ്ഡലങ്ങൾ ഇതുണ്ട് എന്ന് പറയുമ്പോഴും 5-6 മണ്ഡലങ്ങൾക്കപ്പുറം രേഖപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊന്നും കാണിച്ചിട്ടില്ല. ഈ ഡീലിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ. യുക്തിഭദ്രമായി ഡീല് CPMഉം BJPയുമായി ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം ആശയപരമായും ആദർശപരമായും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവർക്ക് പരസ്പരം വോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഹിന്ദു സമുദായമാണ്. BJPയുടെയും അടിത്തറ തന്നെയാണ്. അപ്പോൾ അവർ പരസ്പരം ഒരുമിച്ച് വന്നു എന്ന് പറയുന്നത് കൊണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ BJPക്ക് വളർച്ച ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, രണ്ടുപേരും ഹിന്ദു സമുദായത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ അടിത്തറ വിശ്വസിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല, അത് പ്രായോഗികമായി വിജയിക്കില്ല. ഇത് പറയുമ്പോഴും സതീശനെ ഉയർത്തിയ ചില സംശയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ 2020ക്ക് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്ത് BJP അവിടെ നിന്ന് മാറിയത്? റാന്നിയിലും കോന്നിയിലും എന്തുകൊണ്ട് മാറി എന്നുള്ളതും വലിയ ചോദ്യചിഹ്നങ്ങളാണ്. മറ്റു കാര്യങ്ങൾ എനിക്ക് വലിയ ആക്ഷേപത്തിൻ്റെ വലിയ അടിത്തറയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മഞ്ചേശ്വരത്ത് BJP ഒരു തവണ 86 വോട്ടിന് സീറ്റ് നഷ്ടപ്പെട്ടൊരു തിരഞ്ഞെടുപ്പുണ്ട്. പരമ്പരാഗതമായി കാസർഗോഡും മഞ്ചേശ്വരത്തും കഴിഞ്ഞ 25 വർഷമായി BJP 2ാം സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഡീലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഞ്ചേശ്വരത്ത് CPMൻ്റെ സ്ഥാനാർത്ഥിയായി ഒരു മുസ്ലിം സമുദായത്തിലൊരാൾ വന്നിരുന്നെങ്കിൽ അതൊരു ഡീലായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയല്ലല്ലോ വന്നത്. ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അതെങ്ങനെ സുരേന്ദ്രനും ഗുണം ചെയ്യും എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഡീല് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. കാസർഗോഡിനെ കുറിച്ചും ഇത് തന്നെ പറയാൻ പറ്റും. കാസർഗോഡ് വളരെ ശക്തമായ UDF അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. അത് ഡെമോഗ്രാഫിക്കലിയും UDFന് അനുകൂലമാണ്. അത് അട്ടിമറി സൃഷ്ടിക്കാൻ ഒരിക്കലും കഴിയില്ല. പരമ്പരാഗതമായി LDF UDFന് വോട്ട് ചെയ്യുന്നൊരു പശ്ചാത്തലമാണ് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിലായി BJPയുടെ വിജയം തടയാൻ അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ ഡീലിൽ വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരവും ഞാനത് നിരാകരിക്കുകയാണ്. അതവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പാലക്കാട് BJPക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി 2ാം സ്ഥാനത്ത് വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ അവിടെ കോൺഗ്രസ്സിനും നല്ലൊരു സ്ഥാനാർത്ഥിയെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഇടതുപക്ഷമാകട്ടെ ഒരു സ്വതന്ത്രനെ അല്ലെങ്കിൽ CPMലേക്ക് വന്ന ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ധനാഢ്യനെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിലും ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അത് UDFൻ്റെ വോട്ട് ഷെയർ കുറയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ UDFന് വോട്ട് സീറ്റ് നഷ്ടപ്പെടില്ലേ എന്നുള്ള ചോദ്യവും അവിടെയുണ്ട്. ശോഭാ സുരേന്ദ്രന് ശക്തമായ സ്ഥാനാർത്ഥിത്വമാണ് പാലക്കാടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും റാന്നിയും കോന്നിയും തൃപ്പൂണിത്തുറയും ഈ ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ അല്പം യുക്തിയുണ്ട് എന്ന് സാധാരണക്കാരന് തോന്നിയാൽ അത് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് BJPക്കോ BJPയുടെ വോട്ട് ഇടതുപക്ഷത്തിനോ അങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമല്ല കേരളം. അതിന് പറ്റിയ ഒരു ഭൂമിക കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡീല് അത്ര പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.